തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF വെൽഫെയർ പാർട്ടി സഹകരണത്തെ പിന്തുണച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം വെൽഫെയർ പാർട്ടിക്ക് മതരാഷ്ട്രവാദമില്ലെന്നും UDFുമായുള്ളത് പ്രാദേശിക സഹകരണം മാത്രമെന്നും PMA സലാം പറഞ്ഞു. രമേശ് ചെന്നിത്തലയും സഹകരണത്തെ ന്യായീകരിച്ച് രംഗത്ത് വന്നു. ഇതിനിടെ ലീഗ് നേതാക്കൾ മുമ്പ് നടത്തിയ ജമാഅത്തെ ഇസ്ലാമി വിരുദ്ധ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഇപ്പോൾ. വെൽഫെയർ കൂട്ട് UDFന് ഗുണമാകുമോ എന്നാണ് ഹോട്ട് യാൻ ടോക്ക് ചോദിക്കുന്നത്. മുസ്ലിം ലീഗ് നേതാവ് ഷാഫി ചാലിയം, CPM വക്താവ് റെജി ലൂക്കോസ് എന്നിവർ ചർച്ചയിൽ. ആദ്യം ഷാഫിയിലേക്ക് പോവുകയാണ്. ശ്രീ ഷാഫി ചാലിയം, നേരത്തെ നിങ്ങളൊക്കെ പറഞ്ഞ പ്രസ്താവനകൾ, ലീഗ് നേതാക്കന്മാർ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി വിരുദ്ധ പ്രസ്താവനകൾ നിറയുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഏതായാലും ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വെൽഫെയർ പാർട്ടിയുടെ സഹകരണമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണോ UDFന്റെ ഒരു തോന്നൽ? അത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസ കുറവിൽ നിന്നാണോ ഈ വെൽഫെയർ പാർട്ടിയെ കൂട്ടുപിടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? വെൽഫെയർ പാർട്ടിയെ കൂട്ടുപിടിക്കാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കാനും കേരളത്തിൽ UDFനെ പിന്തുണയ്ക്കാനും അവർ തീരുമാനിച്ചതാണ്. 977 വരെ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളായിട്ടില്ല, വോട്ട് ചെയ്യാറില്ല. 77 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന തെരഞ്ഞെടുപ്പിലാണ് വോട്ടവകാശം വിനിയോഗിക്കാൻ അവർ തയ്യാറായി. അന്ന് തൊട്ട് അവർ ദേശീയ ലെവലിൽ സോഷ്യലിസ്റ്റുകളോടൊപ്പം കേരളത്തിൽ ഇടതുപക്ഷത്ത് 77 മുതൽ വോട്ട് ചെയ്യാൻ ആരംഭിച്ചു. 2019 വരെ അവർ വോട്ട് ചെയ്തത് നീണ്ട വർഷക്കാലം ഇടതുപക്ഷത്തിനാണ്. ആ കാലഘട്ടത്തിലൊക്കെ ഇടതുപക്ഷത്തിന്റെ സർക്കാരിൽ പോലും വളരെ പ്രധാനപ്പെട്ട പല സമിതികളും ഗവൺമെന്റ് കമ്മിറ്റികളിലും ഈ ഇന്ന് ഭീകരന്മാരെന്ന് പറയുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയെ നിർദാക്ഷിണ്യം എടുത്ത ഒരു പാർട്ടിയാണ്, മുന്നണിയാണ് ഇടതുപക്ഷം. 2006 അച്യുതാനന്ദൻ ഗവൺമെന്റിൽ നമുക്കറിയാലോ, ജമാഅത്തെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ കേരളത്തിലെ താത്വിക ആചാര്യൻ ആരാണ്? RSSന്റെ ആചാര്യൻ ആരാന്ന് ചോദിച്ചാൽ പരമേശ്വർജി എന്ന് പറയുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും വലിയ അവരുടെ താത്വിക ആചാര്യൻ എന്ന് പറഞ്ഞാൽ മീഡിയ വണ്ണിന്റെയും മാധ്യമം ദിനപത്രത്തിന്റെയും പ്രബോധന മാസികയുടെയും ഒക്കെ എല്ലാത്തിന്റെയും മുകളിൽ നിൽക്കുന്ന അബ്ദുറഹിമാൻ എന്ന വ്യക്തിയാണ്. ആ വ്യക്തിയെ പാഠക പുസ്തക കമ്മിറ്റി, നമുക്കറിയല്ലോ സമൂഹത്തിലെ വിദ്യാഭ്യാസ വിചക്ഷണന്മാര്, വലിയ അക്കാഡമിഷ്യന്മാര്, അങ്ങനെ ഭൗതിക തലങ്ങളിൽ വലിയ ദൈക്ഷണിതയുള്ള ഉന്നത വ്യക്തിത്വങ്ങളെയാണ് ഈ പാഠപുസ്തക കമ്മിറ്റിയിൽ എടുക്കുക. ആ കമ്മിറ്റിയിൽ അബ്ദുറഹ്മാൻ സാഹിബ് എന്ന മനുഷ്യനെ എടുത്തവരാണ് 2006 അച്യുതാനന്ദന്റെ ഗവൺമെന്റ്. അന്ന് അവര് മതരാഷ്ട്രവാദികളല്ലേ, മൗദൂദിയൻ ആശയമല്ലേ? അപ്പൊ മൗദൂദിയൻ ആശയം ഒക്കെ ഉള്ള അവരെ അതിലെടുക്കാം. പാലൊളി മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിലുള്ള പാലൊളി കമ്മീഷൻ, ആ കമ്മീഷനിലും ജമാഅത്തെ ഇസ്ലാമി എടുത്തു. എന്നാൽ ഇന്ന് പറയുന്ന മുസ്ലിങ്ങളിൽ ഏറ്റവും വലിയ സംഘടനയായ സമസ്തയുടെ ഒരു അംഗത്തെ പോലും എടുത്തില്ല. ഈ ജമാഅത്തെ ഇസ്ലാമി, ഈ PDP, ഈ IN തുടങ്ങിയ എല്ലാ വക്കുപൊട്ടിയ കണപൊട്ടിയ സാധനങ്ങളൊക്കെ എടുത്തു. മാത്രമല്ല ഹജ്ജ് കമ്മിറ്റിയിൽ എടുത്തു. മനസ്സിലാക്കണം, വേറെ ആരും എടുക്കുന്നില്ല. അപ്പൊ ഇവര് 2019 ഈ രാജ്യത്തുണ്ടായ ദേശീയ രാഷ്ട്രീയ സാഹചര്യം, അതായത് ഒന്നാം മോഡി സർക്കാർ വന്ന് രണ്ടാം മോഡി സർക്കാരിന്റെ വരവുമായി ബന്ധപ്പെട്ട് രാജ്യത്തുണ്ടായ വലിയ ഒരു ദേശീയ ചർച്ചയുടെ ഭാഗമായിട്ടാണ് അവരെന്ത് ചെയ്തത്? അവര് ഇന്ത്യ മുന്നണിയെ തുണയ്ക്കാനും അതോടൊപ്പം കേരളത്തിൽ UDFനെ പിന്തുണയ്ക്കാനും ഏകപക്ഷീയമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അങ്ങനത്തെ ഒരു സീറ്റ് ഒന്നും കൊടുത്തില്ല അവർ തീരുമാനമെടുത്തത്. അതിനുശേഷം ലോക്കൽ ബോഡി വന്നപ്പോഴും ഇടതുപക്ഷം എന്ത് സമീപനമാണോ ഈ വെൽഫെയർ പാർട്ടിയോട് എടുത്തത്, അതേ സമീപനം തന്നെ UDF എടുത്തു. അപ്പം UDF എടുത്താൽ ഭീകരന്മാരെടുത്തതായി, എന്നാൽ ഇടതുപക്ഷം എടുത്താൽ അത് ഭീകരരല്ലാതാകുന്നില്ല. അതിന്റെ രസതന്ത്രമാണ് കേരളത്തിലെ ജനത്തിന് മനസ്സിലാകാത്തത്. തിരിച്ചെത്താം ഷാഫി ചാലിയം, തിരിച്ചെത്താം. ശ്രീ റെജി ലൂക്കോസ്, ഒരു രാഷ്ട്രീയ അഭയം കൊടുക്കുന്നു എന്ന മട്ടിലാണ് ഷാഫി ചാലിയം ഏതായാലും സംസാരിക്കുന്നത്. അതല്ലാതെ അതൊരു സഖ്യമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അസോസിയേഷനോ അല്ല. അവർ UDFനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നേരത്തെ എങ്ങനെയാണോ LDFനോടൊപ്പം വെൽഫെയർ പാർട്ടി ചേർന്ന് നിന്നത്, അതേപോലെ UDFനോട് ഇപ്പോൾ ചേർന്ന് നിൽക്കുന്നു എന്ന് മാത്രം. അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ പലയിടത്തും സഹകരണമായി രൂപപ്പെട്ടിട്ടും ഉണ്ട്. എന്താണ് അഭിപ്രായം?
ലക്ഷ്മി പത്മ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി ജാലയും എന്തൊക്കെയോ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടൊരു ജനാധിപത്യ വിരുദ്ധ പ്രസ്ഥാനത്തിന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം സങ്കടകരമാണ്. അദ്ദേഹത്തെ പോലുള്ളതാണ് മറ്റ് മുസ്ലിം ലീഗിലെ PMS സലാമിനെ പോലുള്ള ഒരു തരം പോലെ അഭിപ്രായം പറഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും. അവരുടെ മാനസികാവസ്ഥ അതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഇടതുപക്ഷം ഇന്നുവരെ ചരിത്രത്തിൽ ഇന്നുവരെ ഈ പ്രസ്ഥാനവുമായിട്ട്, ഈ ജനാധിപത്യ വിരുദ്ധ പ്രസ്ഥാനവുമായിട്ട് ഇന്നുവരെ പരസ്യമായ ഒരു സഹകരണത്തിലേക്ക് പോയിട്ടില്ല. രണ്ടാമത്തെ വസ്തു എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത ഈ മട്ടിലുള്ള ഒരു സഹകരണം ഇല്ലായിരുന്നോ? ഇന്നുവരെ അങ്ങനെ ഇന്ന് ഞാൻ പറഞ്ഞ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് അല്ല ലക്ഷ്മി പത്മ, ഞാനൊന്ന് പൂർത്തിരിക്കട്ടെ. നിലമ്പൂർ ഇലക്ഷനിൽ പരസ്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് ജനാധിപത്യ വാതിലുകൾ തുറന്നു കൊടുത്തു. അവരിപ്പോൾ അതിലൂടെ സഞ്ചരിക്കണം നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളാരെന്നറിയോ? സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അതിനെ ഓൺ ചെയ്തുകൊണ്ട് ഈ മുസ്ലിം ലീഗിൻ്റെ ആളുകൾ രംഗത്തിറങ്ങി. എന്നാൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ 4 മാസങ്ങൾക്ക് മുമ്പ് നിലമ്പൂർ ഇലക്ഷൻ്റെ 2 ആഴ്ച മുമ്പ് നടത്തിയൊരു പ്രസ്താവനയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അതിനകത്ത് അദ്ദേഹം മൗദൂദിയുടെ ആശയങ്ങൾ വരെ ഉദ്ധരിച്ചു. കൂടാതെ കൊണ്ട് അദ്ദേഹം ആ കൂട്ടത്തിൽ വേറൊരു കാര്യങ്ങൾ പറഞ്ഞു. മൗദൂദി എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ത്യൻ ജനാധിപത്യത്തെ വിശ്വസിക്കുന്നില്ല. അത് മൗദൂദി എഴുതിയ പുസ്തകത്തിന് 3 പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, അവർ പ്രവർത്തിക്കുന്ന 46 രാജ്യങ്ങളിൽ ജനാധിപത്യത്തെ അവർ വിശ്വസിക്കുന്നില്ല. അവർ മതാധിഷ്ഠിതരെ മതപരമായ ഒരു രാജ്യമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നാണ് പറഞ്ഞത്. ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് 44-45 വർഷമുള്ള അവർ വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിനെ, അങ്ങനെയുള്ളൊരു കക്ഷിയെ അവരുടെ വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെയും തങ്ങളോടൊപ്പം ചേർക്കുന്നു പറഞ്ഞ് എന്തുകൊണ്ടാണെന്നറിയോ? അതാണ് നമ്മൾ അടിസ്ഥാനപരമായ ചോദ്യം. അത് അവരുടെ ഗതികേട് കൊണ്ടാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമിയെ ഒരു കാരണവശാലും അടുപ്പിക്കാൻ പാടില്ലെന്നും അവർ മുസ്ലിം സമൂഹത്തിനെ പോലും വഞ്ചിക്കുമെന്നും പറഞ്ഞ് പ്രസ്താവന ഇറക്കിയത് ആരാന്നറിയോ? സാക്ഷാൽ സമസ്തയുടെ നേതാക്കളാണ്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഇന്നും അവരുടെ പ്രസ്ഥാനത്തിലുണ്ട്. സമസ്തയാര ഈ മുസ്ലിം ലീഗിൻ്റെ ഉൾപ്പെടെയുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ ആത്മീയ നേതൃത്വമാണ് സമസ്ത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഷാഫി ജാലി മലക്കട്ടെ അവർ പറഞ്ഞത് തെറ്റാണെന്ന് ഈ ചാനലിൽ പറയട്ടെ. എതിർപ്പുണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇടതുപക്ഷം LDF എങ്ങനെയാണ് ഈ രീതിയിൽ ഇപ്പോൾ മാറി നിന്ന് വിമർശിക്കുന്നത്? എത്ര പഞ്ചായത്തുകൾ വെൽഫെയർ പാർട്ടിയുമായി ചേർന്ന് ഇടതുപക്ഷം ഭരിച്ചിട്ടുണ്ട്? എത്ര ഇടങ്ങളിൽ ആ സഹകരണം നമ്മൾ കണ്ടതാണ്? 2019 വരെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമല്ലേ ഉണ്ടായിട്ടുള്ളൂ ഈ തൊട്ടുകൂടായ്മ? 2019 ശേഷം. അതിനു മുമ്പോ 2014 ലോക്സഭാ ഇലക്ഷനിൽ ഈ വെൽഫെയർ പാർട്ടി അന്ന് ജമാഅത്തെ ഇസ്ലാമി ആരോടൊപ്പമാണെന്നുള്ള ബഹുമാനപ്പെട്ട ഷാഫി ശാലിത്തിനോട് ചോദിച്ചു നോക്കിയേ. എക്കാലവും ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊപ്പം അവർ ചേർന്ന് നിന്നിട്ടുള്ളൂ. ഇടതുപക്ഷത്തിന് നിങ്ങൾ ആ നൂലിൽ കെട്ടണ്ട, ആ ചങ്ങലയിൽ തളയ്ക്കാൻ ശ്രമിക്കുകയും വേണ്ട. ഞാൻ പറഞ്ഞൊന്ന് പൂർത്തീകരിക്കട്ടെ. ഞാനൊരു കാര്യം കൂടെ പറയാം. എന്തുകൊണ്ടാണ് ഇതുപോലത്തെ ഒരു ബാന്ധവത്തിലേക്ക് അവർ കടന്നത്? അവർക്ക് വരാനുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള അപകടം എന്താണ്? ആ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ടല്ലേ ഇന്നലെ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയാൻ നിർബന്ധിതരായത്? ഞങ്ങൾക്ക് അവരുമായിട്ട് പരസ്യമായ ഒരു ധാരണയുമില്ല, ഞങ്ങൾക്ക് അവർ ചില സ്ഥലത്ത് സഹകരണമേ ഉള്ളൂ. ഈ സഹകരണവും ധാരണ തമ്മിൽ എന്നാ വ്യത്യാസിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. തന്നെയുമല്ല, ഏറ്റവും കൂടുതൽ ഈ പാർട്ടിയെ വെൽക്കം ചെയ്താരാ? ഞങ്ങൾ പരസ്യമായിട്ട് സഹകരിക്കുന്നു. 3 പഞ്ചായത്തുകളിൽ അവർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാൻ പോലും വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശാൻ ശ്രമിച്ചത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അതിന്റെ കാരണം എന്തുകൊണ്ടാണ്? അവർ വെറുപ്പിക്കുന്ന ആരെയാ? ജനാധിപത്യത്തിലും മതേതരത്തിലും വിശ്വസിക്കുന്ന മുസ്ലിം സമുദായത്തിനോടൊപ്പമുള്ള മറ്റു സമുദായങ്ങളെയും ഈ പ്രസ്ഥാനവുമായിട്ട് കൂട്ടുകൂടിയതിന്റെ പേരിൽ അവർ വെറുപ്പിക്കുകയാണ്. അവരുടെ തകർച്ചയുടെ ആരംഭമാണ് അവർ കുറിക്കുന്നത്. ഒറ്റ ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് അവസാനിപ്പിക്കാം. തൃശ്ശൂർ മുതൽ പത്തനംതിട്ട വരെയുള്ള ജില്ലകളിൽ ഈ ഏതാണ്ട് 42-43 സീറ്റുകളുണ്ട് കേരള നിയമസഭയിലേക്ക്. ഈ പ്രദേശങ്ങളിൽ എല്ലാ സമൂഹവും സഹകരണത്തോടെ ജീവിക്കുന്ന മുസ്ലിം സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും അതുപോലെ തന്നെ ഇസ്ലാം സമൂഹവും എല്ലാവരും തന്നെ എല്ലാം വളരെ ക്രിസ്ത്യൻ സമൂഹം എല്ലാം സഹകരിച്ച് ജീവിക്കുക. അവിടെയൊക്കെ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും ഈ പറയുന്ന ജനാധിപത്യ വിരുദ്ധത്തിൽ മാത്രം വിശ്വസിക്കുക? ഈ മുസ്ലിം രാഷ്ട്രം അല്ലെങ്കിൽ മതരാഷ്ട്രം വേണമെന്ന് അവകാശപ്പെടുമ്പോൾ ചെയ്യുന്ന ഈ മതേതരത്തിന് വിരുദ്ധമായ രാജ്യവിരുദ്ധമായ ഈ പ്രസ്ഥാനമായിട്ട് സഹകരിക്കുന്നതിൽ ഇവർക്ക് എങ്ങനെ അപ്പോൾ വിശദീകരിക്കാൻ പറ്റും? ഇനി മലബാർ മേഖലയിലേക്ക്, കേരളത്തിലെ ജ്വലിക്കുന്ന മതേതര പ്രസ്ഥാനങ്ങളിൽ ഉള്ള ഒരു സ്ഥലമാണ് മലബാർ മേഖല. ഈ മലപ്പുറം ജില്ല പോലും മതേതരമായി ചിന്തിക്കുന്ന ഒരു നല്ല മനോഹരമായ ജില്ല. ആ ജില്ലകളെ മതേതരത്തിൽ വിശ്വസിക്കുന്ന ഇവരുടെ തന്നെ പാർട്ടിയിലെ വിശ്വാസികളെ അല്ലെങ്കിൽ പ്രവർത്തകർ ഇവർക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അതിന്റെ തെളിവല്ലേ സമസ്ത പറഞ്ഞിരിക്കുന്നത്. സമസ്തയുടെ നേതാക്കൾ ജഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് എന്താ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയും പറഞ്ഞത് എന്താണ്? ഒരു കാരണവശാലും അവരെ യോജിപ്പിക്കാൻ പറ്റത്തില്ല. അവർ ഇസ്ലാമിസ്റ്റ് സംഘടനകളാണ്, അത് അവരുമായിട്ട് യോജിക്കാൻ പറ്റത്തില്ല. അവർ ഇസ്ലാം സമൂഹത്തിന് വെറുപ്പുണ്ടാക്കുന്നവരാണ്. മൗദൂദിയുടെ വാക്കുകൾ പോലും അവർ ഉച്ചരിച്ചുകൊണ്ടാണ് പറയുന്നത്. അതിന് കഴിഞ്ഞ നൂറ്റാണ്ടിൽ, അതിനു മുമ്പ് നൂറ്റാണ്ടിലൊക്കെ എവിടെയൊക്കെ അവർ കുറച്ച് പേര് ഇങ്ങനെ വന്ന് LDF വോട്ട് ചെയ്ത് ഞങ്ങൾക്കും എന്ന് പറയുന്നത് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റുന്നത് അവരുടെ ഗതികേട് കൊണ്ടാണ്. അതാ ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ ലക്ഷ്മി പത്മ പറഞ്ഞത്. ഷാഫി ജാലിയെ പോലെ ഇന്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ ഒരിക്കലും ഈ രീതിയിലുള്ള ന്യായീകരണമായിട്ട് വരരുത്. അദ്ദേഹത്തിന്റെ ഗതികേട് മാത്രമാണ്. ഇനി അവരുടെ പിന്തുണ ഇവിടെ ഏതെല്ലാം സ്ഥലത്ത്
അവർ വിജയിക്കും. നിലമ്പൂർ സംഭവിച്ചതന്നെ. നിലമ്പൂർ സകല വർഗീയവാദികളെ കൂടെ കൂട്ടിയില്ലേ? ഈ വെൽഫെയർ പാർട്ടിയും അവരുടെ രാഷ്ട്രീയ സെക്രട്ടറിയായ വെൽഫെയർ പാർട്ടി, PDP, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ പാലക്കാട് ആദ്യം പ്രകടനം നയിച്ചതാരാ? വിജയാഘോഷം നയിച്ചതാരാ? അത് PDP ആണ്. PDP നേരെ പോയി UDF ഓഫീസിലേക്ക്. ഇതെല്ലാം കേരളം കണ്ടുകൊണ്ടിരിക്കുമല്ലേ? കേരളം പോലെ തൊട്ടാൽ തീ പാറുന്ന അതിന് സാഹചര്യമുള്ള വർഗീയതയുടെ ആണിക്കല്ലുകൾ പാകിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രസ്ഥാനങ്ങളുമായിട്ട് കൂട്ടുകൂടി ഞങ്ങൾ മതേതര കക്ഷികളാന്ന് പറയാനുള്ള ലജ്ജ ഇവർക്കില്ലേ? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മതേതര രാഷ്ട്രീയമാണ്. അവർ മതേതരത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതിന് നേതൃനിരയിൽ ഒക്കെ ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷം പരസ്യമായി അവരാരും വേണ്ട എന്ന് മുമ്പൊന്നും തള്ളി പറഞ്ഞിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയമായ ഒരു അഭയം എന്നുള്ള നിലയ്ക്ക് അവർക്ക് കേന്ദ്രത്തിലുള്ള സാഹചര്യങ്ങളിൽ BJP വിരുദ്ധമായ ഒരു നിലപാടിന്റെ ഭാഗമായി ഒരു രാഷ്ട്രീയ സംഘടന UDF-നൊപ്പം ചേർന്ന് നിൽക്കുവാൻ തീരുമാനിച്ചാൽ അത് നമുക്ക് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എങ്ങനെയാണ് അവരെ തള്ളിപ്പറയാൻ പറ്റുന്നത്? നിങ്ങൾ കൂട്ടുകൂടണ്ട എന്ന മട്ടിൽ എങ്ങനെയാണ് അഭിപ്രായം പറയാൻ പറ്റുന്നത്? എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി ഇപ്പോൾ ലക്ഷ്മിപ്രിയ ചോദിച്ച ചോദ്യത്തിൽ ഒരു വാക്ക് ഞാൻ വളരെ അഭിമാനത്തോടുകൂടി പറയാം. അത് അഭിമാനം എന്ന് പറഞ്ഞാൽ വളരെ ക്ലാസിക്കായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക്, രാഷ്ട്രീയ അഭയം. രാഷ്ട്രീയ അഭയം തേടാനായിട്ട് ഇവരുടെ രാഷ്ട്രീയ ദുരിതാശ്വാസ ക്യാമ്പ് നടത്തുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തെ, ഇന്ത്യയുടെ ജനാധിപത്യത്തെ വെറുക്കുന്നവർക്ക് അഭയം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട്, രാഷ്ട്രീയ അഭയം കൊടുക്കുന്ന പ്രസ്ഥാനമായിട്ടോ സംഘടനയായിട്ടോ മുന്നണിയായിട്ടോ ഇവർ അധപ്പതിച്ചോ? എന്ത് ജസ്റ്റിഫിക്കേഷൻ അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ ചർച്ചയിലൂടെ കേൾക്കുന്ന കേരളത്തിലെ ജനങ്ങൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം സമൂഹത്തിലെയും ക്രിസ്ത്യൻ സമൂഹത്തിലെയും ഹിന്ദു സമൂഹത്തിലെയും ഒന്നോട് എന്താ പരസ്പര സ്നേഹത്തോട് കേരളത്തിൽ സ്നേഹിച്ച് ജീവിക്കുന്ന ഈ കേരളത്തിൽ ഈ ഒറ്റ വാക്ക് പോരെ ഈ പറയുന്ന ജനാധിപത്യ വിരുദ്ധർക്ക് ഞങ്ങളുടെ രാഷ്ട്രീയ അഭയം നൽകുന്നു. ജനാധിപത്യത്തിൽ എന്താ പറയുക വിഷമിച്ച് നിൽക്കുന്നവർക്കുള്ള ഒരു ദുരിതാശ്വാസ ക്യാമ്പായിട്ട് ഞങ്ങൾ മാറിയിരിക്കുന്നു. അതിൽ ഈ മതവിരുദ്ധ പാർട്ടി ഈ മതേതര വിരുദ്ധമായിട്ടുള്ള മതരാഷ്ട്രവാദികളെയും കൂടി ഞങ്ങൾ ചേർക്കണമെന്ന് പറഞ്ഞാൽ ആ മെസ്സേജ് ഇവരുടെ അവസാനത്തിന്റെ ആരംഭം. യാതൊരു തർക്കമില്ല. ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുക. കഴിഞ്ഞ ദിവസമല്ല 15 ദിവസം അദ്ദേഹം പറഞ്ഞെന്താണ്? അദ്ദേഹം പറഞ്ഞൊരു കാര്യം, 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന ഇടതുപക്ഷങ്ങൾക്ക് അവർ പിന്തുണ കൊടുത്തിട്ടുണ്ട്, അവർ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വാദഗതി കൊണ്ടുവന്ന നുണകൾ പറഞ്ഞ അദ്ദേഹം പൊതുവെ നുണകൾ പറയാത്തൊരു മാന്യനായ രാഷ്ട്രീയക്കാരാണ്. അവർക്ക് എങ്ങനെയാന്ന് ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടിക്കൊണ്ട് ഞങ്ങൾ സഹകരിക്കുകയാണ്, ഞങ്ങളൊരു ദുരിതാശ്വാസ ക്യാമ്പ് അവർക്ക് കൊണ്ട് തുറന്നു വെച്ചിരിക്കണമെന്ന് പറയാൻ അവരെ കൊണ്ട് എങ്ങനെ സാധിക്കും? അതല്ലേ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ആ ചോദ്യത്തിന് മറുപടി ഇവർക്ക് സാധിക്കത്തില്ല. ഒരു കാര്യം പറയാം, UDF എന്ന് പറയുന്ന സംഘടനയുടെ അധപ്പതന തകർച്ച അവരുടെ വിഭ്രാന്തിയിൽ തന്നെ ഏതാണ്ട് തുടക്കം കുറിച്ചിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ സീറ്റുകളിൽ പലതും മലപ്പുറം ജില്ലയിൽ നഷ്ടപ്പെടും. ഉദാഹരണമായിട്ട് ഞാൻ പറയാം, നിലമ്പൂർ പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ AP അനിൽകുമാറിന് വണ്ടൂർ പോകാൻ സാധ്യതയുണ്ട്. പെരുന്തൽമണ്ണ ഉറപ്പായിട്ടും പോവും. ഇനിയും 2 സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം മലപ്പുറം ജില്ലയൊന്നും ഇത്തരം മതവാദികളുമായിട്ട് ഒന്നിച്ചു പോകാനുണ്ട് അനുവാദം കൊടുക്കുന്നൊരു നാടല്ല. അവിടെയാണ് മതേതരത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിം ലീഗ് പോലെയുള്ള ജനങ്ങളുടെ അത്യാവശ്യം പ്രീതിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആർത്തിയിൽ ഇത്തരം വർഗീയവാദികളായിട്ട് കൂട്ടുകൂട്ടുന്നു. അതിനുള്ള തിരിച്ചടി ഇവർക്ക് കേരളത്തിൽ കിട്ടും. പ്രത്യേകിച്ച് 40-45ഓളം സീറ്റുകൾ ലഭിക്കുന്ന മധ്യ തിരുവിതാംകൂർ ഉറപ്പാണ്. വടക്കൻ മലബാറിന്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട. അവിടെ ഇടതുപക്ഷ തരംഗം എപ്പോഴും വീശി വീഴുന്ന ഒരു നാടാണ്. അപകടത്തിലേക്കാണ് അവർ പോകുന്നത്. അവരുടെ അപകടം അതിന് മുതലെടുപ്പ് നടത്താൻ പോകുന്നത് BJP ആയിരിക്കും. അതിനുള്ള വാതിലാണ് ഇവർ തുറന്നു വെക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. ഷാഫി ചാലിയം, ഇതിനകത്ത് സമസ്ത മുജാഹിദ് സംഘടനകളൊക്കെ എതിർപ്പ് അറിയിക്കുകയാണ്. എന്നിട്ടും ഇവർ ഞങ്ങളുടെ കൂടെ ചേരേണ്ടവരാണ്, വെൽഫെയർ പാർട്ടിയുമായി സഹകരണം ആകാം എന്ന് തീരുമാനിക്കുന്നത് അത് ആരുടെ പിടിവാശിയാണ്? അത് ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ എന്തെങ്കിലും തരം ആത്മവിശ്വാസക്കുറവിന്റെ ഭാഗമായിട്ടാണോ ഈ കൂട്ടുകെട്ട്? ഒന്നിവിടെ സമസ്ത എന്നൊക്കെ പറയുന്നുണ്ട്. സമസ്തയുടെ നയം പറയുന്നത് അതിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജിഫ്രി പുത്തുക്കോയ തങ്ങളും അതിന്റെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയായിരുന്നു. ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, സമസ്തയുടെ നിലപാട് ഞങ്ങളാണ്, ഞങ്ങളെ പ്രസിഡന്റ് സെക്രട്ടറി. അല്ലാത്തവർ പറയുന്നതൊക്കെ അവരുടെ നിലപാടാണ്. അപ്പൊ അവരോട് ആഭിമുഖ്യമുള്ള ഉമർ ഫൈസി, മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ തുടങ്ങിയവരുടെ വ്യക്തിപരമായ അഭിപ്രായം സമസ്തയുടെ അഭിപ്രായമായി ഇവിടെ ആരും പരിഗണിക്കില്ല. വേണമെങ്കിൽ റജി ലൂക്കോസിന് അദ്ദേഹത്തിന് വേണം അങ്ങനെ ചെയ്യാം. കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പൊതുവെ അങ്ങനെ അല്ലല്ലോ ശ്രീ ഷാഫി ചാലിയം. താങ്കൾ തന്നെ പറയുന്ന താങ്കളുടെ അഭിപ്രായത്തെ നമ്മൾ മുസ്ലിം ലീഗിന്റെ അഭിപ്രായമായി തന്നെയാണ് കണക്കാക്കുന്നത്.
അത് മറിച്ച് സാദിഖ് അലി തങ്ങൾ വന്നിരുന്ന ചർച്ചയ്ക്ക് പറഞ്ഞാലേ ഞങ്ങൾ അത് ലീഗിന്റെ അഭിപ്രായമായി കൂട്ടൂ എന്നില്ലല്ലോ. പത്മപ്രിയ, ഞാൻ പാർട്ടിയുടെ ഔദ്യോഗിക വക്താവാണ്, മീഡിയ ഇൻചാർജുള്ള സെക്രട്ടറിയാണ്. ഞാനിവിടെ വന്ന് സംസാരിക്കല് എൻ്റെ പാർട്ടി നേതാക്കളുമായി കൂടിയാലോചിച്ചിട്ടാണ് ഞാനിവിടെ വന്ന് സംസാരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞ കാര്യമില്ല, ഇത് സമസ്തയുടെ പ്രസിഡന്റ് തന്നെ പറഞ്ഞത് ഇന്നലെ ഒരു ചാനലിൽ നിന്ന് സാദിഖ് അലി തങ്ങൾ തന്നെ പറയുണ്ടായി. സമസ്തയുടെ നിലപാട് അതിന്റെ പ്രസിഡന്റും സെക്രട്ടറിയാണ് പറയുക. അവരിത്തരം കാര്യങ്ങളൊന്നും അഭിപ്രായം പറയില്ല. പിന്നെ അതേപോലെ തന്നെ സിറാജ് എന്ന കാന്തപുരം വിഭാഗം സമസ്തയുടെ പത്രത്തിലെ ഒരു ലേഖനം വന്നിട്ടുണ്ട്. ഇവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. 1977 ഈ കാന്തപുരം വിഭാഗം സമസ്ത ഉണ്ടാകുന്ന 89-ലാണ്. 89-ൽ ആ സമസ്ത ഉണ്ടായി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ നേരത്തെ ജമാഅത്ത് ഇസ്ലാമി ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ജമാഅത്ത് ഉണ്ടായിട്ടും ചേർന്ന് നിൽക്കാൻ ഒരു മടിയും അവർ കാണിച്ചിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തുടർന്ന് 2006-ലെ അച്യുതാനന്ദൻ ഗവൺമെന്റിൽ ഈ കാന്തപുരം വിഭാഗം സമസ്തയുടെ പ്രതിനിധി ഹജ്ജ് കമ്മിറ്റിയിലുണ്ട്, അവിടെ ജമാഅത്തുണ്ട്. പാലുളി കമ്മിറ്റിയിൽ ഈ കാന്തപുരം വിഭാഗം ജമാഅത്തുണ്ട്. അതേമാതിരി ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, അവിടെ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ഇല്ല എന്ന് കാന്തപുരം വിഭാഗം പറഞ്ഞിട്ടില്ല. മനസ്സിലാക്കണം. അപ്പൊ ചുരുക്കത്തിൽ 2019 വരെ ഇടതുപക്ഷത്തോട്, ഇപ്പം കാന്തപുരം വിഭാഗം സമസ്ത അങ്ങനെയല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അന്നൊക്കെ ഇടതുപക്ഷ വിഭാഗത്തോട് ആഭിമുഖ്യം പുലർത്തി. അതിനിടക്കാലത്ത് UDF-നോടും അവർ ആഭിമുഖ്യം പുലർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അന്നൊക്കെ ഈ കാന്തപുരം വിഭാഗം ഇടതുപക്ഷത്തുള്ളത് കൊണ്ട് ഒരു പ്രയാസവും ഇതുവരെ പ്രകടിപ്പിക്കാത്തവർ 2019-ൽ നേരെ അപ്പുറത്ത് UDF-ന് സഹകരണം കൊടുക്കുന്നു എന്ന് വെൽഫെയർ പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ ഭീകരന്മാരാകുകയാണ്. അവിടെയാണ് അതിന്റെ പ്രശ്നം. ഇവർ ഭീകരരാണെങ്കിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുമ്പോഴും ഭീകരരാണെന്ന് പറയാൻ ഈ മതസംഘടനയുടെ ആളുകൾ തയ്യാറാകണം. അത് ഒന്ന് മനസ്സിലാക്കണം. ഈ വെൽഫെയർ പാർട്ടി ഏറ്റവും കൂടുതൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങളെ മീഡിയ പറയുന്ന പേരാണ്. ആകെ എത്ര ആളായിട്ടുള്ളൂ അറിയുന്നു. ഒരു മെമ്പർഷിപ്പിനാകെ 3000-ന് ചോടെ. 3.5 കോടി മനുഷ്യന്മാരുള്ള ഈ കേരളത്തില് 3000 ആളുള്ള ഒരു പാർട്ടിയാണ് എന്ത് ചെയ്യുന്നത്? ആൾബലമില്ലാത്ത ഒരു പാർട്ടിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് എന്തിനു പിന്നെ ചീത്തപ്പേര് കേൾക്കണം? ശ്രീ ഷാഫി, ഞാൻ ചോദിക്കട്ടെ, എന്റെ സുഹൃത്ത് റെജി ലുക്കോസ് കൂടെ പറഞ്ഞു, പാലക്കാട് തെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ PDP-ക്കാർ പ്രകടനം നടത്തി. അദ്ദേഹത്തിന് തെറ്റിപ്പോയതാ. PDP ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ്. ഗോവിന്ദ മാഷ് പറഞ്ഞെന്താ, ജമാഅത്തെ ഇസ്ലാമായി പോലുള്ള പീഡിതരുടെ പാർട്ടിയാണ് നേരത്തെ പറഞ്ഞപ്പോ മാറിപ്പോയി PDP എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ മാത്രമല്ല, ആ PDP-ന്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റിന് റെജി ലുക്കോസിന്റെ പാർട്ടിയാണ് മത്സരിപ്പിക്കുന്നുണ്ട്. പിന്നെ SDPI, ഇന്ന് SDPI-നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. SDPI-ന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റിന്റെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷനിൽ 11 സ്ഥലത്താണ് മത്സരിക്കുന്നത്. ബാക്കി എല്ലായിടത്തും BJP-യെ തോൽപ്പിക്കാൻ ഇടതുപക്ഷത്തിനാണ് സാധിക്കാന്ന് പറഞ്ഞ് ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുത്തിരിക്കുന്നു. ഞങ്ങളെ പിന്തുണ വേണ്ടെന്ന് ഇടതുപക്ഷം ഈ നിമിഷം വരെ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. പിന്നെ എന്റെ ചോദ്യം, ഈ ചോദ്യത്തിന്റെ ഏതെങ്കിലും ഒന്ന് എന്റെ സുഹൃത്ത് റെജി ലൂക്കോസിന് മറുപടി പറയാമായിരുന്നില്ലേ? 2006-ലെ ഗവൺമെന്റിൽ പാഠപുസ്തക കമ്മിറ്റിയിൽ ജമാഅത്തെ ഇസ്ലാമി എടുത്തത് എന്തിനാണ്? അതിന്റെ ഏറ്റവും താത്വികാചാര്യനെ ഹജ്ജ് കമ്മിറ്റിയിൽ എടുത്തത് എന്തിനാണ്? പാലുളി കമ്മിറ്റിയിൽ എടുത്തത് എന്തിനാണ്? ഇന്ന് സമസ്തയെ വളരെ പോയിട്ടുണ്ടല്ലോ. നമുക്ക് ഉത്തരം ചോദിക്കാം ശ്രീ ഷാഫി ചാലിയം, ചോദിച്ചിട്ട് മടങ്ങിയെത്താം. ശ്രീ റെജി ലൂക്കോസ്, ആ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കൊന്ന് ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് ഷാഫിയിലേക്ക് തിരിച്ചു പോവാം. രാഷ്ട്രീയ അപ്പോയിന്റ്മെന്റ് ബഹുമാനപ്പെട്ട ഷാഫി ചാലിയം വിശ്വസിക്കുക, ഒരിക്കലും അത് ഒരിക്കലും അത് 1% പോലും രാഷ്ട്രീയ അപ്പോയിന്റ്മെന്റ് അല്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു വേർതിരിവിലും ആ ഒരു വിവേചനവിലും ഷാഫി ചാലിയം ദയവായിട്ട് കാണിക്കണം. കാരണം അതേ കൂടിയാണ് രാഷ്ട്രീയ അപ്പോയിന്റ്മെന്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾ ആലോചിക്കുക, അബ്ദുൾ റഹ്മാൻ എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം അതിന്റെ സ്വഭാവമാണെന്ന് പറയൂ. നിങ്ങൾ അങ്ങനെയല്ല വ്യാഖ്യാനിക്കേണ്ടത്. നിങ്ങളിപ്പോൾ അല്ല ഷാഫി, ഞാൻ പറഞ്ഞത് പൂർത്തിയിരിക്കട്ടെ. ലെറ്റ് മീ കംപ്ലീറ്റ് മൈ വേർഡ്സ് പ്ലീസ്. ഞാൻ പറയുന്നത് മുനിസിപ്പാലിറ്റികളും എല്ലാത്തിനും കൃത്യമായ പ്രിയപ്പെട്ട ഷാഫി, ഞാനൊന്ന് തിരിച്ചെത്താം. അവിടെ എന്തോ ഒരു ചെറിയ ടെക്നിക്കൽ പ്രശ്നം കൂടിയുണ്ട്, അത് പരിഹരിച്ച് തിരിച്ചെത്താം. പറഞ്ഞോളൂ ശ്രീ റെജി ലൂക്കോസ്. പ്രിയപ്പെട്ട ഷാഫി ചാലിയ, നിങ്ങൾ രാഷ്ട്രീയപരമായുള്ള ചർച്ച വരുമ്പോൾ നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ചർച്ച ചെയ്യണം.
ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വോട്ട് ചോദിക്കുമ്പോൾ ഒരു മതവാദ പാർട്ടിയെ, ജനാധിപത്യ വിരുദ്ധ പാർട്ടിയെ ഒപ്പം നിർത്തിക്കൊണ്ട് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നതിനെ കൃത്യമായ രീതിയിലുള്ള വാക്കുകളിലൂടെ അതിനെ വിമർശിക്കുകയും യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ ഹജ്ജ് കമ്മിറ്റിയിൽ ഒരാളെ ഇരുത്തി, പുസ്തക കമ്മിറ്റിയിൽ ഒരാളെ ഇരുത്തി എന്നൊക്കെ പറയുന്നതൊന്നും ഒരു ജസ്റ്റിഫിക്കേഷൻ അല്ല. ആദ്യം മനസ്സിലാക്കുക, ഇത് ബഹുസ്വരതയുള്ള സംസ്ഥാനം കേരളം പറയും. നിങ്ങളൊരു വർഗീയവാദിയെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്ത് അതൊക്കെ രാഷ്ട്രീയ നിയമനങ്ങൾ അതിലൂടെ രാഷ്ട്രീയ നിയമമുള്ള രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ അല്ല ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയൂ. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാഷ്ട്രീയ നിയമമാണോ? കേരളത്തിലെ ഏറ്റവും വലിയൊരു ബോർഡല്ലേ രാഷ്ട്രീയ ദേവസ്വം ബോർഡ്. നിങ്ങൾക്ക് അതിനെ അങ്ങനെയാണോ പറ്റില്ല? അതുപോലത്തെ അപ്പോയിന്റ്മെന്റുകൾ വരും. പിന്നെ കെ ജയകുമാർ സാറിന്റെ രാഷ്ട്രീയ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? അങ്ങനെയൊന്നും അല്ല നമ്മൾ വിമർശിക്കേണ്ടത്. നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഫേസ് ചെയ്യാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പിനെയാണ്. PS പ്രശാന്തിന്റെയും A പത്മകുമാറിന്റെയും ഒക്കെ നിയമനത്തെ പത്മകുമാറായിരുന്ന രാഷ്ട്രീയ അപ്പോയിന്റ്മെന്റ് സംശയം കാര്യത്തിന് അല്ല, പത്മകുമാറിനെ അപ്പോയിന്റ് ചെയ്ത് രാഷ്ട്രീയ അപ്പോയിന്റ്മെന്റ് ആണെന്നേ. അതോടൊപ്പം തന്നെ ഈ അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഇവരെ അപ്പോയിന്റ് ചെയ്യുന്ന മുഴുവനും പിന്നെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണോ? മുസ്ലിം ലീഗ് അതല്ല ഇതിന്റെ വാദഗതി. ഇവിടുത്തെ പ്രശ്നം ഞാൻ പ്രിയപ്പെട്ട ഷാബിയോട് ഒരു കാര്യം ചോദിക്കട്ടെ. വളരെ വളരെ അസാധാരണമായ ഒരു സാഹചര്യം രൂപപ്പെട്ടപ്പോഴാണല്ലോ ഇപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയത്തിന് അതീതമായ ഒരു നിയമനത്തിലേക്ക് പോകേണ്ടി വന്നത്. അത് ജനങ്ങളുടെ മുന്നിൽ മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടി കൂടിയായിരുന്നു. അതിനെയും ഇതിനെയും എങ്ങനെയാണ് ചേർത്ത് വായിക്കാൻ കഴിയുന്നത് റെജി ലൂക്കോസ്? അല്ല, അങ്ങനെയാണ് എൻ്റെ ഒരു ചോദ്യം. ഈ പറയുന്ന UDF കാരുടെ ഭരിക്കുമ്പോൾ ഈ രാഷ്ട്രീയ അപ്പോയിന്റ്മെന്റുകൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ. ജനങ്ങളുടെ മുമ്പിൽ ഇതുവരെ UDF വികൃതമായിട്ടില്ല. ജനങ്ങളുടെ മുമ്പിൽ മുഖം വികൃതമായിക്കൊണ്ട് ഒരു മരുന്നും ഒരു ലേപനവും തേച്ചാൽ പോലും രക്ഷപ്പെടാത്ത രീതിയിൽ ആ മുഖം വികൃതമായിരിക്കുന്ന UDFിൻ്റെയാണ്. ഇവിടെ ഒരു പ്രത്യേക കാര്യം ഞാൻ പറയാം. അതായത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സംഘടനയാണ്, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചിന്തിക്കുന്ന അതിൻ്റെ നേതൃത്വമാണ്. ആരാണ്? NSSന്റെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട സുകുമാരൻ നായർ ഇന്നലെ നടത്തിയൊരു പ്രസ്താവനയുണ്ട്, വലിയ വാർത്താ പ്രാധാന്യം നേടി. ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ജനാധിപത്യ വിരുദ്ധ പ്രസ്ഥാനങ്ങളുമായിട്ട് കൂട്ടുകൂടുന്ന കോൺഗ്രസിനെയും UDFിനെയും ഇനി കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ എങ്ങനെ അഭിസംബോധന ചെയ്യും, അവരെ എങ്ങനെ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ പ്രസ്ഥാനത്തിൻ്റെ നേതാവിനെ തള്ളിപ്പറയുന്നുണ്ടോ? നിങ്ങൾക്ക് അവരെ വോട്ട് വേണ്ടേ? നിങ്ങളതാണ് മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾ നിലമ്പൂർ ഇലക്ഷനിൽ M സ്വരാജും പാർട്ടിയുടെ ഔദ്യോഗിക വക്താക്കളും പരസ്യമായിട്ട് പറഞ്ഞൊരു വാചകമുണ്ട്. അതിനുള്ള തന്റെ നിങ്ങൾക്കില്ല. പറഞ്ഞെന്തറിയോ? ഒരു വർഗീയവാദിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ഒരു വർഗീയ പ്രസ്ഥാനത്തിന്റെ വോട്ട് ഞങ്ങൾക്ക് നിലമ്പൂർ വേണ്ട എന്ന് പറഞ്ഞ് ചങ്കൂറ്റം കാണിച്ചൊരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അതിന്റെ പേര് CPM എന്നാണ്, LDF എന്നാണെന്ന് ആണ്. നിങ്ങൾക്ക് അങ്ങനെ പറയാനായിട്ടൊരു വാചകം ഉണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുന്നു. ആരെ കൂടെ കൂട്ടിയായാലും 9 വർഷമായിട്ട് ഞങ്ങൾ ഭരണത്തിലില്ല, ഇനി ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, അണികളുടെ അടുത്ത് മറുപടി പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെ അധികാരത്തിലെത്തണമെന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആരാന്നറിയോ? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ 4 മാസം മുമ്പ് മാധ്യമങ്ങളോട് പരസ്യമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ എങ്ങനെയും അധികാരത്തിലേറാൻ, ഐ റിപ്പീറ്റ്, എങ്ങനെയും അധികാരത്തിലേറാൻ താങ്കൾ നേരത്തെ ആ ചോദ്യങ്ങൾ ഉയർത്തിയപ്പോൾ ഞാൻ അതിന് മറുപടി തേടാൻ പോയതാണ്. ഇതിനകത്ത് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഇപ്പോൾ ഈ സഖ്യത്തെ പിന്തുണച്ച് പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്. നമുക്കറിയാം, ഇതിനകത്ത് 2014 ജനുവരി 18 ഹൈക്കോടതിയിൽ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ ഭരണഘടനയോട് അവഗണന കാണിക്കുന്ന സംഘടന എന്ന് സത്യവാങ്മൂലം കൊടുത്ത സർക്കാരാണ്. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്നു രമേശ് ചെന്നിത്തല. അപ്പോൾ അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ പിന്നോട്ട് പോവുകയാണോ ഈ നേതാക്കന്മാരൊക്കെ? ഒന്ന് ലക്ഷ്മി, ഞാൻ അരമണിക്കൂറുള്ള ഒരു ചർച്ചയാണ്. നിങ്ങളെ ഈ ചാനല് ഒരു ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ചാനലാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് എനിക്ക് അല്ല, അത് ഞാൻ മനസ്സിലാക്കിയത് ജനങ്ങൾ മനസ്സിലാക്കിയതാണ്. നിങ്ങൾക്ക് ചിലപ്പോ വേറെ എന്തും അങ്ങനെയാണോ പറയുന്നത്? ഇല്ല ഷാഫിച്ചാലിയൻ, താങ്കൾക്ക് സംസാരിക്കാൻ അവസരമുണ്ട്, ഉറപ്പായും സംസാരിക്കാം ഇതിനകത്ത്. പിന്നെ താങ്കൾ പറഞ്ഞ ആ പ്രസ്താവന അത് ശരിയല്ല. ഇത് നിഷ്പക്ഷമായ നിലപാടുകൾ എടുക്കുന്ന ചാനലാണ്. ഏതെങ്കിലും വാർത്തയുടെ കാര്യം നോക്കിയിട്ടാണോ പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല. താങ്കൾ എന്ത് പശ്ചാത്തലത്തിലാണ് അത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ എനിക്കറിയാം, അരമണിക്കൂർ ചർച്ചയിൽ എനിക്ക് സംസാരിക്കാൻ കിട്ടുന്നത് പരിമിതമായ നേരമായിരിക്കും. അതും കുറെ തർക്കങ്ങളുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായി താങ്കൾക്ക് വേണ്ടിയിട്ടാണ് ശ്രീ ഷാഫി ചാലിയം, താങ്കൾ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ ചോദിച്ചു. ആ 3 ചോദ്യങ്ങൾക്ക് ഉടൻ തന്നെ ഉത്തരം വാങ്ങി വരാമെന്ന് ഓർത്തു. അത്രേ ഉള്ളൂ. താങ്കൾ സംസാരിച്ചോളൂ. ഞാൻ 2019 വരെ വെൽഫെയർ പാർട്ടിയുമായി എത്ര പഞ്ചായത്തുകളിൽ, എത്ര മുനിസിപ്പാലിറ്റികളിൽ അവർ ഒരുമിച്ച് നിന്ന് മത്സരിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നതിന്റെ കൃത്യമായ കണക്കുകളുണ്ട്. ഇവിടെ റെജി ലൂക്കോസ് പറഞ്ഞു ഞങ്ങൾ അവരായിട്ട് ഒരു ബന്ധമുണ്ടായില്ല. അപ്പൊ ഇന്നെ പഞ്ചായത്തുകളിൽ പിന്നെ ആരാ ഭരിക്കണത് തിരിച്ചങ്ങോട്ട് ചോദിക്കണ്ടേ? മാത്രമല്ല, ഞാൻ വേറൊരു ഈ വെൽഫെയർ പാർട്ടി ഉണ്ടായത് ഡൽഹിയിൽ വെച്ചാ.
ആ രൂപീകരണ കൺവെൻഷനിൽ പങ്കെടുത്ത മുഖ്യാതിഥി ആരാണെന്ന് അറിയാം? LDFന്റെ ഘടകകക്ഷിയായ INL-ന്റെ ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ. ഞാൻ ആ ഫോട്ടോ അങ്ങ് കിട്ടുന്നു. അദ്ദേഹം ഇപ്പോഴും ജമാഅത്തിന്റെ ഡൽഹിയിലുള്ള വലിയ ആസ്ഥാനുണ്ട്. അവിടെ ഒരു റൂമുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ഡൽഹിയിൽ വന്ന് അവിടെ നിൽക്കുക. പിന്നെ കൂടെയുള്ള ഘടകകക്ഷിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ ആസ്ഥാനത്താണ് അദ്ദേഹത്തിന്റെ ഓഫീസ് വരെ പ്രവർത്തിക്കുന്നത്. ഞാൻ അതിന്റെ ഫോട്ടോ കിട്ടുന്നല്ലോ, ചോദിച്ചോ നിങ്ങൾ? അതുപോലെ തന്നെ ഈ വെൽഫെയർ പാർട്ടിയുമായി ഇടതുപക്ഷവുമായി നിൽക്കുമ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരോടൊപ്പം ഈ പറയുന്ന ഈ സുന്നി സംഘടന ആളുകൾ വിവിധ ഗവൺമെന്റ് കമ്മിറ്റികളിൽ ഇരുന്ന കണക്ക് ഞങ്ങൾ പറഞ്ഞല്ലോ. അന്നൊന്നും ഓൽക്കൊരു അരിച്ചില്ല, അന്നൊന്നും ആ സിറാജ് പത്രത്തിൽ ലേഖനം വന്നിട്ടില്ല. ഇപ്പം വരാനുള്ള കാരണം 2019 ജമാഅത്തെ ഇസ്ലാമിയോ വെൽഫെയർ പാർട്ടിയോ എടുത്ത പുതിയ നിലപാട് എന്താണ് ചർച്ച ചെയ്യുക? ഈ മൗദൂദിയും ഇവരുടെ ആശയമൊക്കെ എത്രയോ കാലമുണ്ട്. ആ ആശയവുമായി നിൽക്കുമ്പോൾ അവരുമായി 2019 വരെ ബന്ധമുണ്ടാക്കി. ആ ബന്ധമുണ്ടാക്കിയത് ശരിയാണെങ്കിൽ എന്താണ് തിരിച്ച് അവരെ നിലപാട് മാറ്റിയതാണ്. ഇനിയിപ്പോ നാളെ അടുത്തത് തെരഞ്ഞെടുപ്പ് അവർ മാറ്റിയിട്ട് UDF ശരിയല്ല, ഞങ്ങൾ LDF-നെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താവും? മാത്രമല്ല കോടിയേരി ബാലകൃഷ്ണന്റെ AKS സെന്ററിന്റെ നേരെ ഓപ്പോസിറ്റുള്ള കോടിയേരി ബാലകൃഷ്ണന്റെ ഓഫീസിൽ പോയി ഇരുന്ന് രാഷ്ട്രീയ ചർച്ച നടത്തിയതിന്റെ എല്ലാ വിവരം പുറത്തു വന്നതാണ്. ശേഷം ആലപ്പുഴയിൽ G. സുധാകരന്റെ വീട്ടിൽ വെച്ച് ഈ വെൽഫെയർ പാർട്ടിയുടെ നേതാക്കളുമായി സംസാരിക്കുകയും ഞങ്ങൾ കൊടിയേരിയിട്ട് സംസാരിച്ച് എല്ലായിടത്തും ഇടതുപക്ഷമായി ധാരണയാകാൻ തീരുമാനമായി എന്ന് പറഞ്ഞപ്പോൾ G. സുധാകരൻ അത് വിശ്വാസം പോരാ. G. സുധാകരൻ അവരെ മുമ്പിൽ വെച്ച് സജി ചെറിയാനെ ഫോണിൽ വിളിക്കുകയാണ്. ഇങ്ങനെ വെൽഫെയർ പാർട്ടിയും നമ്മളും തമ്മിൽ സഹകരിച്ചു പോകണമെന്ന് സംസ്ഥാന കമ്മിറ്റിക്ക് അങ്ങനെ ഒരു ഓറിയന്റേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സജി ചെറിയാൻ അതേ എന്ന് പറയുകയും ചെയ്തു. ഇതൊക്കെ വെൽഫെയർ പാർട്ടിക്കാർ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. G. സുധാകരൻ ഒരു സത്യസന്ധന, അദ്ദേഹത്തിന്റെ അടുത്ത് നിങ്ങളെ കോലേറ്റൊന്ന് ചെല്ലി അങ്ങനെ ഉണ്ടായിട്ടും ചോദിക്കുക, അയാൾ സത്യം പറയുള്ളൂ, അയാൾ മറ്റുള്ളവരെ പോലെയല്ല. ഇവിടെ എന്താ ഇത്ര വലിയ പ്രശ്നം? ഇവിടെ വലിയൊരു ഹിന്ദുത്വ പൊതുബോധത്തെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനെ അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിക്കളി. അതാണ് ഇപ്പോൾ കണ്ടില്ലേ, വെള്ളാപ്പള്ളിയൊക്കെ എത്ര വിഷമാണ് ഛർദ്ദിക്കുന്നത്. ഈ ഛർദ്ദിക്കുന്ന വിഷത്തിനെ സ്വന്തം കാറിൽ ഗോവിന്ദ മാഷിയോ റെജി ലൂക്കോസോ ആ കാറിൽ കയറിയണോ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി? ശ്രീ ഷാഫി ചാലിയം, അങ്ങനെ ഒരു ഹിന്ദുത്വ പൊതുബോധമാണ് ഉള്ളതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ വെൽഫെയർ പാർട്ടിയുമായുള്ള സഹകരണം അതിനെ കൂടുതൽ കൂടുതൽ കുഴപ്പത്തിലാക്കുകയല്ലേ ഉള്ളൂ? അത് നിങ്ങൾക്ക് കൂടുതൽ തിരിച്ചടിയാകത്തല്ലേ ഉള്ളൂ? അതായത് ഒരു മിനിറ്റ്, ജമാഅത്തെ ഇസ്ലാമി എവിടെയും മത്സരിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരായ ആളുകൾ മുൻകൈയെടുത്തുണ്ടാക്കിയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. ആ വെൽഫെയർ പാർട്ടിയിൽ ജമാഅത്തെ ഇസ്ലാമി അല്ലാത്ത, മുസ്ലിം പോലെ അല്ലാത്ത ധാരാളം പേരുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ ഒന്ന് പോയി നോക്കി നിങ്ങൾ. വെബ്സൈറ്റിൽ സംസ്ഥാന ഭാരവാഹികളിൽ 6 or 7 പേര് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളാണ്. ജില്ലാ കമ്മിറ്റികൾ മൊത്തം എടുക്കുക, നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ നോക്കി വെൽഫെയർ പാർട്ടിയുടെ ലേബിളിൽ എത്രയോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സ്ഥാനാർത്ഥി വരുന്നത് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ വെൽഫെയർ പാർട്ടി ശ്രീ ഷാഫി ചാലിയം, RSSനും BJPക്കും ഒക്കെ ഉണ്ട് ഇത്തരം നമ്പറുകൾ. അതെ, ഞാൻ ചോദിക്കട്ടെ, BJPയിൽ അബ്ദുള്ളക്കുട്ടി ഉണ്ട് ഇല്ലേ? ആയിട്ട് RSSൽ അബ്ദുള്ളക്കുട്ടി ഉണ്ടോ? അത് നിങ്ങൾ മനസ്സിലാക്കി. ജമാഅത്തെ ഇസ്ലാമിൽ ആരുണ്ടാവില്ല, മുസ്ലിം അല്ലാത്ത ആരും ഉണ്ടാവില്ല. എന്നാൽ അവർ മുൻകൈയെടുത്ത് അവർക്ക് ആഭിമുഖ്യമുള്ള സംഘടന, ആ സംഘടനയിൽ ആരാളുള്ളത്? ആ സംഘടനയിൽ മുസ്ലിം അല്ലാത്ത RSSലും മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ അല്ലാത്തവരില്ലേ? ആ ഒരാളെ പേര് പറയും. ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും ഇവരുടെ ഒരു പ്രഭാരിയോ കുമാരിയോ അങ്ങനെ പേരിൽ ഇരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടാവില്ല. അതൊക്കെ BJPയിൽ മറ്റേ കൂർച്ച എന്നൊക്കെ പറഞ്ഞ് സാധനം ഉണ്ടാക്കി അവിടെ ഫിറ്റ് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞു വരുന്നില്ല. വെൽഫെയർ പാർട്ടിയിൽ ഒരു അപകടവും 2019 വരെ ഇടതുപക്ഷം കണ്ടിട്ടില്ല. ഇടതുപക്ഷം കാണാത്ത അബദ്ധം ഞങ്ങളും കാണുന്നില്ല. അത്രയേ ഉള്ളൂ. ഭീകരവാദികളാണെങ്കിൽ 1977 മുതൽ 2019 വരെ അവർ ഭീകരവാദികളാണെന്ന് ആദ്യം റജീൽ ഉപ്പൂസ് സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾ കൂട്ടിയത് ഭീകരവാദികളാണെന്ന് ഞാൻ പറയാം. അപ്പൊ നിങ്ങളടുത്തേക്ക് പോകുമ്പോൾ മറ്റേ വള്ളി ട്രൗസർ ഞങ്ങളടുത്ത് എത്തുമ്പോൾ മറുപടി ആകണ്ട. മനസ്സിലായോ? ശ്രീ റെജി ലൂക്കോസ്, ഇതിനകത്ത് മലപ്പുറത്ത് തന്നെ ഉണ്ട് ഒരു 10-23 പഞ്ചായത്തോളം ഭരിച്ചിട്ടുണ്ട്. 2015 വെൽഫെയർ പാർട്ടിയുമായി ചേർന്നിട്ട് ഭരിച്ചിട്ടുണ്ട്. കോഴിക്കോട് ഉണ്ട് 3 പഞ്ചായത്ത്. ഇങ്ങനെ പലയിടങ്ങളിലും പഞ്ചായത്തുകളിലൊക്കെ ഭരണം പങ്കിട്ടായിരുന്നു, ഇവർ സഹകരിച്ചായിരുന്നു ഇടതുപക്ഷവും ജമാഅത്തെ ഇസ്ലാമി ഈ വെൽഫെയർ പാർട്ടിയും. അപ്പോൾ മാറി നിന്ന് കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് കണക്കുകൾ സഹിതം തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ജമാഅത്തെ ഇസ്ലാമി പഞ്ചായത്തുകളൊക്കെ പിന്നെ ആരായിരുന്നു ഭരിച്ചത്? ഉദാഹരണം കൊടുത്തിട്ട് വരാം.
അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഭീകര രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ എൻ്റെ മദർ സംഘടനയെ കുറിച്ച് ഒറ്റ ഉദാഹരണം പറയാം. ബംഗ്ലാദേശിലേക്ക് നോക്കിയേ, 3-ാം തവണ അടുപ്പിച്ച് ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് ഹസീന ഭരണകൂടത്തെ അട്ടിമറിച്ചത് ആരാ? ജമാഅത്തെ ഇസ്ലാമി ഇളക്കിവിട്ട വിദ്യാർത്ഥികളും അവരുടെ ഭീകര പ്രവർത്തകരുമാണ്. അട്ടിമറിച്ച് ഏതാണ്ട് 1800ഓളം പേരെ വെട്ടിക്കൊന്നു അവിടെ ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവരെയും ഏതാണ്ട് 300ഓളം ക്രിസ്ത്യൻ സമൂഹത്തിനെയും. എന്നിട്ട് അധികാരത്തിൽ എത്തിയത് ആരാ? ജമാഅത്തെ ഇസ്ലാമിയുടെ ലോകത്തിലെ വ്യക്താക്കള ഒരാളായ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ഒരു നൊബേൽ പ്രൈസ് വിന്നറെയാണ് ഇപ്പൊ അധികാരത്തിലെത്തിയിരിക്കുന്നത്. ഇന്ന് ബംഗ്ലാദേശ് ഭരണകൂടം ഇന്ത്യക്ക് തലവേദനയാണ്. നിങ്ങൾ മനസ്സിലാക്കിയേ. അതേപോലെയുള്ള ഒരു പ്രസ്ഥാനത്തെ കേരളത്തിൽ അവതരിപ്പിച്ച് അവരുടെ പിന്തുണ നേടാനായിട്ട് ശ്രമിക്കുന്ന മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും ഇതിലപ്പുറം ഒരു ഉദാഹരണത്തിലൂടെ ഇനി വിശേഷിപ്പിക്കാനുണ്ടോ? ഇനി ഏതോ പഞ്ചായത്തിലൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ, ഇവർ കുറെ നാളായിട്ട് പറഞ്ഞു. ഞാൻ ഉദാഹരണം പറയാം. ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ മുനിസിപ്പാലിറ്റി ഉണ്ട്. എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഇതിനകത്ത് CPM-ന്റെ കൂടെ സഹകരിച്ചപ്പോൾ, ഇടതുപക്ഷത്തിന്റെ കൂടെ സഹകരിച്ചപ്പോൾ ഈ പ്രശ്നം ഇല്ലായിരുന്നല്ലോ എന്നുള്ളതാണ് അവിടെ ഷാഫി ചാലിയം ചോദിച്ച ചോദ്യം. ഇതാണ് ആ പഞ്ചായത്തുകളിലെ ഭരണം, അത് അക്കമിട്ട് നമുക്ക് പറയാൻ പറ്റും. അത് ഈ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ആ പഞ്ചായത്തുകളിലൊക്കെ പിന്നെ എങ്ങനെ ഭരണം നടന്നു എന്നുള്ളതും ഈ ഘട്ടത്തിൽ പ്രസക്തമായ ചോദ്യമാണ്. ഏതായാലും ഈ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള സഹകരണം വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. വളരെയധികം നന്ദി ശ്രീ റെജി ലൂക്കോസ്, ഷാഫി ചാലിയം ചർച്ചയ്ക്ക് എത്തിയതിന്.